അങ്ങേക്ക് അങ്ങനെ സംശയം തോന്നിയത് യാദൃച്ഛികം. ജീവിച്ചിരിക്കുന്നവരോ മറ്റോ അല്ലാത്തവരോ ഒരു ബന്ധമില്ല. സ്വാഭാവിക സംശയം. ഇവരെ കണ്ടുപിടിക്കണം. ഇവരൊന്നും കിട്ടാത്തവരൊന്നും അല്ലല്ലോ. ഇവരൊന്നും അങ്ങനെ പിടിക്കാൻ പറ്റാത്ത തരത്തിൽ ഇൻ്റർനാഷണൽ കുറ്റവാളികളൊന്നും അല്ലല്ലോ. തിരുവനന്തപുരം ഉൾപ്പെടെ പല സ്ഥലങ്ങളും വീണ്ടും കൂടുതൽ സംഘർഷഭരിതമാകാനുള്ള സാധ്യതയുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കാറ് പോകുമ്പോൾ അതിൻ്റെ തടഞ്ഞു നിർത്തി ചുടുകല്ലെറിയുന്നതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്ന ചിത്രമാണ്. അവരൊന്നും തന്നെ പ്രതി ചേർക്കുവാൻ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് പ്ലാനിങ്ങോട് കൂടി പോയൊരു ഫോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെയാണല്ലോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റെയ്ഡ് സമയത്ത് ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലുള്ള തുടർ നടപടികളിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം തന്നെ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന കുപ്രസിദ്ധരായ ക്രിമിനൽ സംഘം പലരും അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. റെഡി സാർ, നമസ്കാരം. രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് അറിയിക്കുവാനാണ് ഇപ്പോൾ അവധി ദിവസമാണെങ്കിലും വിളിച്ചത്. ഒന്ന്, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ ചില ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്നലെ കണ്ണൂരും തിരുവനന്തപുരത്തും റെയ്ഡ് നടത്തിയിരുന്നു. നമുക്കറിയാം, ഇത്തരത്തിലേക്കുള്ള കേസുകൾ വരുമ്പോഴേക്കും പരിശോധനകൾ നടക്കുന്നത് സ്വാഭാവികമാണ്. കഴിഞ്ഞ തവണ ഇങ്ങനെയുള്ള പരിശോധനയൊക്കെ മുൻ ഗവൺമെൻറ് സമയത്തൊക്കെ നടന്നപ്പോഴേക്കും അങ്ങനെയുള്ള പരിശോധനകൾ ആവശ്യമായ ഘട്ടത്തിൽ വേണ്ടിവരും എന്നൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടന കൃത്യമായിട്ട് പരിപാലിച്ചു പോകുന്നതിന് നിയോഗിക്കപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തി പൂർത്തിയാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് അവരെ അതിന് തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലുള്ള തുടർ നടപടികളിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം തന്നെ പ്രതിഷേധാർഹമാണ്, വളരെ ഗൗരവമായ വിഷയമാണ്. സ്ത്രീകളടങ്ങുന്ന കേന്ദ്രസേനയുടെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും പോയ സമയത്ത് മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയും അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും നടന്നത്. തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന കുപ്രസിദ്ധരായ ക്രിമിനൽ സംഘം പലരും അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇന്ന് പോലീസ് ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലപ്പുറം ആൾക്കാരെ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, അതിൽ ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കാറ് പോകുമ്പോൾ അതിൻ്റെ തടഞ്ഞു നിർത്തി ചുടുകല്ലെറിയുന്നതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്ന ചിത്രമാണ്. അവരൊന്നും തന്നെ പ്രതി ചേർക്കുവാൻ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ തന്നെ വളർച്ചയ്ക്ക് വലിയൊരു തടസ്സമാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ക്രമക്കേട് കാണിക്കുന്നവരെയൊന്നും അന്വേഷണ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. നിരപരാധികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്താം, ED അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുൻപാകെ ബോധ്യപ്പെടുത്താം. അപ്പോൾ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം. ഇപ്പോൾ പറയുന്ന പ്രതിപട്ടികയിൽ പറയുന്നവരോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ ഒന്നും മാത്രമല്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെ പല സ്ഥലങ്ങളും വീണ്ടും കൂടുതൽ സംഘർഷഭരിതമാകാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം. ഒരു സമരത്തിൻ്റെ കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ തർക്കത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ പോലീസ് സംവിധാനം ഇക്കാര്യങ്ങളെ കാണരുത് എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കുകയാണ്. അടിയന്തരമായിട്ട് ഇവരെ കണ്ടുപിടിക്കണം. ഇവരൊന്നും കിട്ടാത്തവരൊന്നും അല്ലല്ലോ. ഇവരൊന്നും അങ്ങനെ പിടിക്കാൻ പറ്റാത്ത തരത്തിൽ ഇൻ്റർനാഷണൽ കുറ്റവാളികളൊന്നും അല്ലല്ലോ. ഇവരെയൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് അറസ്റ്റ് ചെയ്യാമെന്നല്ലേ ഉള്ളൂ. അത് അങ്ങേറ്റം തന്നെ പ്രതിഷേധാർഹമാണ്. നമ്മുടെ രാജ്യത്തിന് തന്നെ മൊത്തത്തിൽ നാണക്കേടാണ്. തിരുവനന്തപുരം പട്ടണം നാണക്കേടാണ്. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് തിരുവനന്തപുരം പോലെ സ്റ്റേറ്റ് ക്യാപിറ്റൽ വന്നിട്ട് ഒരു അന്വേഷണം നടത്തി അവർക്ക് ജീവനോടെ തിരിച്ചു പോകാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിന് മുഴുവൻ നാണക്കേടാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ക്രിമിനലുകളുടെ മുമ്പിൽ മുട്ടിവിറച്ച് നിൽക്കുന്നത് ഒരു ഭരണകൂടത്തിന് ആശാസ്യമല്ല. ഞാനിപ്പോൾ ഇത്രയാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് നമുക്ക് വേറെ നോക്കാം. ഓക്കെ.
സംഘർഷത്തില് പ്രതികളായവരിലും പോലീസ് അന്വേഷിക്കുന്നതിലൊക്കെ മുൻ കൗൺസിലർമാർ ഉൾപ്പെടെയുണ്ട്. അതാണോ ഈ കുപ്രസിദ്ധ കുറ്റകൾ എന്ന് താങ്കൾ ആരെയാണ് ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞതിൽ തന്നെ എല്ലാം ഉണ്ട്. ഇനിയിപ്പം ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. അങ്ങേക്ക് അങ്ങനെ സംശയം തോന്നിയത് യാദൃച്ഛികം. ജീവിച്ചിരിക്കുന്നവരുമായിട്ടും അല്ലാത്തവരുമായിട്ടും ഒരു ബന്ധമില്ല. സ്വാഭാവിക സംശയം. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നവർക്ക് അറിയാമല്ലോ അതൊക്കെ. ഈ പോലീസിന്റെ നടപടിയിൽ വീഴ്ച ഉണ്ടായിട്ടില്ലേ? ഞാൻ പറഞ്ഞത് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ തന്നെ പറഞ്ഞു. ബാക്കി പോലീസ് എന്താണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും തിരുവനന്തപുരത്തിന് അപമാനമാണ്. സ്റ്റേറ്റ് ക്യാപിറ്റൽ വന്നിട്ട് ഒരു കേന്ദ്ര ഏജൻസിക്ക് ഒരു കേസ് അന്വേഷിച്ചിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ട് ഇത്ര വലിയ തോതിലുള്ളൊരു റെയ്ഡൊക്കെ ഈട് നടത്തുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും അറിയിക്കണം. സുരക്ഷ ഒരുക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. എന്താണ് ഇടിക്ക് കേരള പോലീസിന്റെ വിശ്വാസം? എനിക്കത് അല്ല, അങ്ങനെ ഒരു സിസ്റ്റത്തെ വിശ്വസിക്കാതെ ഒരു ഏജൻസിക്ക് പോകാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒരു തരത്തിലും കേരള പോലീസുമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെ വാർത്തകൾ കണ്ടിരുന്നു. അവർക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ അറസ്റ്റ് നടന്നു. അപ്പോൾ അതിന് NIA വന്നത് NIAയുടെ ഒരു സിസ്റ്റം പാലിച്ചാണ്. അതിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായതായിട്ട് ഇവരോട് ആരും പറഞ്ഞില്ല. ഇതിനേക്കാൾ വലിയൊരു അറസ്റ്റ്. ഇത് 2 വീടുകളിൽ റെയ്ഡല്ലേ നടന്നുള്ളൂ. അത് കേരളം മുഴുവനും നടന്നിട്ട് നമ്മുടെ രാജ്യത്തെ തന്നെ അപായപ്പെടുത്താൻ വേണ്ടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി 2047 ആകുമ്പോഴേക്കും മറ്റൊരു പരമാധികാര രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള പ്ലാനിങ്ങോട് കൂടി പോയൊരു ഫോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെയാണല്ലോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റെയ്ഡ് സമയത്ത് പിടിച്ചത്. അവലും മല്ലൂരിൻ്റെയൊക്കെ ശേഷം അന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായതായിട്ട് ആരും പറഞ്ഞില്ല. അന്ന് ഏറ്റവും തീവ്രമായ സ്ഥലങ്ങളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അങ്ങനെ ഉണ്ടാവാറില്ല സാധാരണ. കാരണം അങ്ങനെ ഒരു സിസ്റ്റത്തിൽ പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇന്നലെ ഉണ്ടായില്ല. അത് ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നറിയിപ്പ് പോലീസിന് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ സുഗമമായി അവർക്ക് സുരക്ഷ ഒരുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. എന്താണ് ഒരു ഒപ്പോസിഷൻ ലീഡറിനെ പോലെ ഒരാളുടെ വീട്ടിലേക്ക് പോലീസിന് കയറുമ്പോൾ സ്റ്റേറ്റിനെ അറിയിക്കേണ്ടത്? അല്ല, എനിക്ക് അക്കാര്യം കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടന്നു എന്നുള്ളത് വാർത്തകളിലൂടെ വന്ന അറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ രാവിലെ ഇത് സംഘർഷം നടന്ന വൈകുന്നേരം 4 മണിക്കല്ലേ ആണല്ലോ. എത്ര മണിക്കാണ് തുടങ്ങിയത്? 6 മണിക്ക്. രാവിലെ 6 മണിക്കും വൈകുന്നേരം 4 മണിക്കും ഇടയ്ക്കുള്ള സമയം ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെന്നാണോ? ഞാൻ പറഞ്ഞത് സംഘർഷം നടന്ന് 4 മണിക്കല്ലേ. ഞാൻ ആ പോയിന്റ് മാത്രമേ പറഞ്ഞു. സംഘർഷം ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയിട്ട് വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴേക്കും അവരെ ശാരീരികമായി ആക്രമിച്ചതിലെ കൃത്യമായ പ്രതികളെ പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്യണം. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്.